ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ആക്ച്വലി ഇപ്പോൾ ഇൻട്രാഡേ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു 250 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ്. അതായത് ഇന്നലെ ക്ലോസ് ചെയ്തതിൽ നിന്ന് നിയർലി ഒരു 245-250 പോയിൻറ്റ്സ് തന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ബെയറിഷ് ആയിരുന്നു. ദെൻ മാർക്കറ്റ് ഡൗൺ ആയി വന്നു. പ്രീവിയസ് ഡേ ഹൈയിൽ നിന്നായിരുന്നു മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തത്. നമ്മൾ ആക്ച്വലി ഇന്നൊരു ട്രേഡ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ ഇതാണ് ഒരു സ്ട്രക്ചർ. നമ്മളെടുത്ത ട്രേഡ് ഇതായിരുന്നു. ഈ ഒരു ട്രേഡാണ്. ഒരു 10 o'clock ആയ സമയത്ത് ഡയലോ സ്വീപ്പ് ചെയ്ത് റിവേഴ്സലാവുന്നത് കണ്ട സമയത്താണ് നമ്മൾ ട്രേഡ് എടുത്തത്. ആക്ച്വലി ഇതാ ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഞാൻ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു അന്നത്തെ ട്രേഡ്. ഡയലോ സ്വീപ്പ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലാണ്, ഒരു 10:01 ആ ഒരു ക്യാൻഡിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഇതായിരുന്നു ട്രേഡ്. അതായത് 10:06 നമ്മൾ ട്രേഡ് എടുത്തത്. ഈ ഒരു ക്യാൻഡിൽ 10:20 ക്യാൻഡിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഇത് ആക്ച്വലി ഇത്ര വലിയ ട്രേഡ് ആയിരുന്നില്ല. നമ്മൾ 1:2 ആയിരുന്നു ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത് കണ്ടപ്പം കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തതാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1:3, 1:3.5 അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി. നിയർലി 3,500 സംതിങ് ആണ് നമ്മളിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അതിൻ്റെ മുന്നേ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അറ്റ് കോസ്റ്റ് ബുക്ക് ചെയ്തതാണ്. അതാണ് ഈ 123 പ്രോഫിറ്റ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് നാളേക്ക് വേണ്ടി ഒന്ന് ലൈൻസൊക്കെ ഒന്ന് റീഡ്രോ ചെയ്യാം. ഇതിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. നമുക്ക് ഈ ലൈൻസ് ഒന്നും അധികം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡേ ഹൈ ഈ ഒരു ലൈൻ തന്നെയാണ് ഡേ ഹൈ ആയിട്ട് വന്നത്. ഈ ലൈൻസിലും റീഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലൈൻസ് റീഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു.